നബിയെ, അങ്ങ് എന്തിനാണ് പേടിക്കുന്നത്? അലം തറ, അങ്ങ് കണ്ടില്ലയോ നബിയെ, കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അന്നൊരിക്കൽ അള്ളാഹുവിന്റെ കഅബാലയത്തെ പൊളിക്കാൻ അബ്രഹത്ത് വന്നപ്പോ ആ ആനപ്പടകളെ അള്ളാഹു എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് അങ്ങ് കണ്ടില്ലയോ നബിയെ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ സർവ്വ കുബുദ്ധികളെയും അല്ലാഹു തആല നാശത്തിലാക്കി കളഞ്ഞില്ലയോ റസൂലേ? വഅർസല അലൈഹിം തൈറൻ അബാബീൽ. കൂട്ടം കൂട്ടമായി പറക്കുന്ന പക്ഷികളെ അല്ലാഹു അവർക്ക് മേൽ അയച്ചില്ലയോ? ആ പക്ഷികൾ എന്ത് ചെയ്തു? തർനീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. ചുട്ടുപഴുത്ത കളിമൺ കല്ലുകളെ കൊണ്ട് അവർക്ക് മേൽ അല്ലാഹു വർഷിച്ചില്ലയോ കല്ലുകൾ? ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെ ആ 60,000-ഓളം വരുന്ന ഭടന്മാരെയും അബ്രഹത്തിനെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞില്ലയോ? അബുസീനിയയിലെ ഭരണാധികാരിയായിരുന്ന നജ്ജാഷിയുടെ സൈനിക നേതാവാണ് അബ്രഹത്ത്. അബ്രഹത്താണ് യമൻ ഭരിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ നജ്ജാഷിയെ ഒന്നുകൂടെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി കുലൈസ് എന്ന പേരിൽ ഒരു ചർച്ച് യമനിൽ പണിയുകയാണ് അബ്രഹത്ത്. കുല്ലൈസ് എന്നും അതുപോലെ തന്നെ കുലൈസ് എന്നുമൊക്കെ പേര് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന് അബുസീനിയയിലെ രാജാവായ നജ്ജാഷിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്ന്, അറബികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് കാബയാണ്. മക്കയിൽ ചെന്നുകൊണ്ട് കാബയുടെ അരികിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് കാബയുടെ അരികിൽ ചെന്നുകൊണ്ടുള്ള ഹജ്ജ്, യമനിലേക്ക് തിരിച്ചുവിടുക, അറബികളെ യമനിലേക്ക് ആകർഷിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. അങ്ങനെ ഒരു വലിയ, അന്നത്തെ കാലത്ത് ആളുകൾ ആകർഷിച്ചു പോകുന്ന ഉന്നതമായ ഒരു ദേവാലയം അബ്രഹത്ത് പണിയുകയാണ്. അബ്രഹത്ത് മക്കായിലേക്ക് വരാൻ കാരണങ്ങളുണ്ട്. മതപരമായ കാരണങ്ങൾ മാത്രമായിരുന്നില്ല. അറബികളുടെ പുണ്യസ്ഥലമായ കഅബായത്തെ തുടച്ചു നീക്കുകയും ആ സ്ഥാനം ഇനി ലോകത്ത് സൻആഇന് കൈവരണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ അവരാ പണി ചെയ്തത്. എന്നാൽ അതിനപ്പുറം വലിയ കച്ചവട തന്ത്രമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. റോമൻ സാമ്രാജ്യത്തിന്റെ ബുദ്ധിയാണ് അബ്രഹത്തിലൂടെ അവിടെ പ്രവർത്തിച്ചത്. കച്ചവട കേന്ദ്രങ്ങൾക്ക് മേലുള്ള അധികാരം അറബികളിൽ നിന്ന് പറിച്ചെടുക്കുകയും റോമക്കാരന്റെ അധീനതയിൽ ഈ കച്ചവട കേന്ദ്രങ്ങളും കച്ചവടത്തിനുള്ള വഴികളും കടലും കരയും ഒരുപോലെ തങ്ങൾക്ക് കിട്ടണം എന്ന ആഗ്രഹത്തിന്റെ പേരിലായിരുന്നു സത്യത്തിൽ അവരുടെ കൈത്. മനസ്സിനുള്ളിലെ ലക്ഷ്യം, നിഗൂഢമായ ലക്ഷ്യം, അതിന് അബ്രഹത്ത് ഒരു കാരണം സൃഷ്ടിക്കുകയായിരുന്നു. യമനിന്റെ തലസ്ഥാനമായ സൻആയിലാണ് കഅബാലയത്തിന് ബദലായി അബ്രഹത്ത് ഒരു ആരാധനാലയം പണിയുന്നത്. പക്ഷേ ആളുകൾ ആകർഷിക്കപ്പെട്ടില്ല എന്നു മാത്രമല്ല, അവർ വീണ്ടും കാബയിലേക്ക് തന്നെ പോകുന്ന സാഹചര്യം തുടർന്നു. ഇതിനിടയിൽ ചില അറബികൾ യമനിലിത കാബയ്ക്കു പകരമായി മറ്റൊരു ആരാധനാലയം പണിതിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ കോപാകുലരാവുകയും വളരെ മോശമായ ചില പെരുമാറ്റങ്ങൾ കിനാന ഗോത്രക്കാരിൽപ്പെട്ട ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. കിനാനക്കാരായ ചില ആളുകൾ അവർ അബ്രഹത്തിൻ്റെ ദേവാലയത്തിൽ പ്രവേശിക്കുകയും അവിടെ ചെന്ന് മലമൂത്ര വിസർജനം നടത്തി തിരിച്ചു വരികയും ചെയ്തു. ചരിത്രത്തിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ചിലർ അവിടെ ചെന്ന് വിസർജിച്ചു എന്നാണ്. 7ഓളം വരുന്ന ചെറുപ്പക്കാർ ഒരു രാത്രി വന്ന് ആ ദേവാലയത്തിന് തീ കൊളുത്തി. കാറ്റുള്ള രാത്രിയായിരുന്നു. തീ ആളിപ്പടർന്നു. അബ്രഹത്തിന്റെ ദേവാലയം ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. കത്തി നശിച്ചു. അബ്രഹത്തിന് അരിശം മൂക്കുകയാണ്. ആദ്യമേ തന്നെ കാബയും മക്കയും അബ്രഹത്തിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അത്രമാത്രം വിലപ്പെട്ട ഒരു ദേവാലയം താൻ പണിതിട്ടും ആളുകൾ വീണ്ടും കാബയിലേക്കാണല്ലോ പോകുന്നത് എന്നാലോചിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്ത കൂടെ അബ്രഹത്തിൻ്റെ കാതുകളിലേക്ക് എത്തുന്നത്. ഉടൻ 60,000-ഓളം വരുന്ന വലിയ സൈന്യവുമായി, അതിൽ 12 ആനകൾ, ചില റിപ്പോർട്ടിൽ 9 ആനകൾ എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു ആനപ്പടയുമായിട്ടാണ് അബ്രഹത്ത് മക്കയിലേക്ക് കാബ പൊളിക്കുന്നതിനു വേണ്ടി കടന്നു വരുന്നത്. അബ്രഹത്തിൻ്റെ ആനയുടെ പേര് മഹ്മൂദ് എന്നാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അബ്രഹത്ത് പുറപ്പെട്ടു എന്ന് കണ്ടപ്പോ അറബികൾക്ക് പേടിയാവാൻ തുടങ്ങി. കഅബയെ അവർ ബഹുമാനിക്കുന്നവരാണ്. കഅബാലയത്തിന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ ഉറപ്പിച്ചു, തീർച്ചയായും അബ്രഹത്ത് ഈ പണി ചെയ്താൽ അറേബ്യയിൽ ആകമാനം അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. യമനിലുള്ള
ദൂനഫർ എന്ന് പറഞ്ഞ ഒരു പ്രമാണിയായ അറബി അദ്ദേഹം ചില ആളുകളെയൊക്കെ കൂട്ടി അബ്രഹത്തിന്റെ സൈന്യത്തിനെതിരെ ഒരു പ്രതിരോധ യുദ്ധം നടത്തി. പക്ഷേ സാധിച്ചില്ല. അബ്രഹത്തിന് 60,000 ഭടന്മാരുണ്ട്. ദൂനഫറിന്റെ സൈന്യം പിന്തിരിഞ്ഞോടി അബ്രഹത്ത് കുതിക്കുകയാണ്. ഖസ്അമിലെത്തിയപ്പോ നുഫൈർ ഇബ്നു ഹബീബ് അൽ ഖസ്അമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കീഴിൽ വേറെ ഒരു സൈന്യം അബ്രഹത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ചെല്ലുന്നു. അവരെയും അബ്രഹത്തിന്റെ സൈന്യം തുരത്തിയോടിച്ചു. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ആനയെ വെച്ചുകൊണ്ടുള്ളൊരു പോരാട്ടം, ആനയെ വെച്ചുകൊണ്ടുള്ളൊരു യുദ്ധം അവർക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഏറെ ഭീതിയിൽ നിൽക്കുകയാണ് മക്ക നിവാസികൾ. അബ്രഹത്തിൻ്റെ സൈന്യം വരുന്ന വഴികളിലുള്ള സമ്പാദ്യങ്ങളെല്ലാം കൊള്ളയടിച്ച് അവിടെയുള്ള ആടുമാടുകളെ മുഴുവൻ അപഹരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകത്തെ അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയി. മറ്റു അറബികളുടെ ഒരുപാട് ഒട്ടകങ്ങളെ കൊണ്ടുപോയി അവരെ അറുത്ത് ഭക്ഷിച്ചു. അവര് തോന്നിവാസം ചെയ്യാൻ തുടങ്ങി മുഹമ്മസിൽ നിന്നുകൊണ്ട്. അബ്ദുൽ മുത്തലിബാണ് മക്കയുടെ പ്രമാണി. റസൂലുള്ളാഹി തങ്ങളുടെ വല്ലിപ്പയാണ് അബ്ദുൽ മുത്തലിബ്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കത്തെഴുതി, ഞാൻ അബ്രഹത്ത് ഇവിടെ വന്നിരിക്കുന്നു, 60,000 സൈന്യത്തോടുകൂടെ വന്നിരിക്കുകയാണ്. ഞാൻ വന്നത് യുദ്ധത്തിനല്ല, കഅബാലയം ഞാൻ പൊളിക്കും. നിങ്ങൾ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല. തടസ്സം നിന്നാൽ ഞങ്ങൾ കൊന്നുകളയും. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാനുമായി സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, പ്രശ്നം സംസാരിക്കാം. മക്കക്കാരുടെ ഭാഗത്തു നിന്ന് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ചരിത്രത്തിൽ ഈ രംഗം ഏറെ പ്രസിദ്ധമാണ്. മക്കക്കാരുടെ നേതാവാണ് അബ്ദുൽ മുത്തലിബ്. ആളുകൾ പൊതുവെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ അരികിലേക്ക് വരുന്നു. അബ്ദുൽ മുത്തലിബ് പോവുകയാണ് അബ്രഹത്തിൻ്റെ അടുത്തേക്ക്. അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകത്തെ ഇയാളുടെ സംഘം തട്ടിയെടുത്തിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് കാന മുഹാബൻ, കാണുമ്പോൾ ഭയങ്കര ഗാംഭീര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. നല്ല സുന്ദരനായ, സുമുഖനായ, വളരെ ഉയരവും പൊക്കമൊക്കെയുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. ആരും കണ്ടാലൊന്നും ഞെട്ടും. അബ്രഹത്ത് ഇങ്ങനെ സിംഹാസനത്തിൽ തൻ്റെ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ആ കട്ടിലിൽ ഇരിക്കുന്ന അബ്രഹത്ത് അറിയാതെ എഴുന്നേറ്റു. അബ്ദുൽ മുത്തലിബിന്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു. വളരെ ബഹുമാനം. അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാനുള്ളത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്കെൻ്റെ 200 ഒട്ടകത്തെ തിരിച്ചു കിട്ടണം. അബ്രഹത്ത് പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നിയിരുന്നു. നിങ്ങളുടെ പടച്ചതമ്പുരാന്റെ കഅബ പൊളിക്കാമെന്ന എന്നോട് എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കഅബയെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ എനിക്കെൻ്റെ ഒട്ടകത്തെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞതോടുകൂടെ എൻ്റെ എല്ലാ ബഹുമാനവും നഷ്ടപ്പെട്ടേ എന്ന് അബ്രഹത്ത് പറഞ്ഞു. അബ്രഹത്ത് അത്ഭുതപ്പെടുകയാണ്. ഇതെന്തൊരു നേതാവ്! മക്കയുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള കഅബ തന്നെ പൊളിക്കാൻ നേരത്ത് മക്കക്കാരുടെ നേതാവിന് വലുത് അയാളുടെ ഒട്ടകങ്ങളാണോ? അതിന് അബ്ദുൽ മുത്തലിബ് നൽകിയ മറുപടി, അന റബ്ബുൽ ഇബിൽ വലിൽ ബൈത്തി റബ്ബുൻ, ഞാനാണ് ഒട്ടകത്തിൻ്റെ യജമാനൻ. ഈ കഅബക്കൊരു റബ്ബുണ്ട്, ഈ കഅബക്കൊരു ഉടമസ്ഥനുണ്ട്, അവൻ ഈ കഅബയെ സംരക്ഷിക്കും. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ എൻ്റെ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനാണ്. അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കഅബക്കൊരു ഉടമസ്ഥനുണ്ട്, അള്ളാഹു. അതിൻ്റെ ആൾ അതിനെ സംരക്ഷിക്കും. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. എനിക്കെൻ്റെ ഒട്ടകത്തെ തിരിച്ചു തന്നാൽ മതി. ശരി, തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു. തിരിച്ച് മക്കക്കാരുടെ അരികിലേക്ക് വന്ന് അബ്ദുൽ മുത്തലിബ് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഉടനെ മാറി താമസിക്കണം. അബ്രഹത്തിൻ്റെ നേതൃത്വത്തിൽ ആനപ്പടയുമായി കഅബയെ തകർക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അബ്ദുൽ മുത്തലിബ് ഖുറൈശികളോടൊക്കെ പറഞ്ഞു, അബ്രഹത്തിൻ്റെ 60,000 സൈന്യം വന്നിരിക്കുകയാണ്. അവര് ആനപ്പടകളുമായിട്ടാണ്, നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിർനിമേഷരായി നോക്കി നിന്ന് പ്രാർത്ഥിക്കുവാനേ നമുക്ക് കഴിയൂ. അതുകൊണ്ട് എല്ലാവരും, കുട്ടികളും വൃദ്ധരും സ്ത്രീകളും എല്ലാം ഇവരുടെ പരാക്രമങ്ങൾ ഏൽക്കാതിരിക്കുവാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടിയും മലമുകളിലേക്ക്, ഉയരങ്ങളിലേക്ക് പോയി അവിടെ കാത്തു നിൽക്കണം, അവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് എല്ലാവരോടും മക്ക നഗരം വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും ഉയരങ്ങളിൽ പോയി താമസിക്കുകയാണ്. അബ്ദുൽ മുത്തലിബും കഅബയുടെ പരിപാലകരിൽപ്പെട്ട ഖുറൈശി നേതാക്കളിൽ ചില ആളുകളും കൂടെ വന്ന് എല്ലാവരും മക്ക വിട്ടു പോയപ്പോൾ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിൻ്റെ വാതിലിൻ്റെ വട്ടക്കണ്ണ് പിടിച്ച് ദുആ ചെയ്യുന്ന ദുആ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, നിന്റെ ദാസനായ അബ്ദുൽ മുത്തലിബ് അവൻ്റെ വീട് സംരക്ഷിക്കുന്നുണ്ട്. നിന്റെ വീടിനെ നീ സംരക്ഷിക്കണം തമ്പുരാനെ. അവരുടെ കുതന്ത്രങ്ങൾ ഒരിക്കലും വിജയിക്കാൻ വിടരുത് റബ്ബേ. നിന്റെ വീടിനെ നീ തന്നെ സംരക്ഷിക്കണം. ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ, ഞങ്ങൾ അശക്തരാൻ. കഅബാലയത്തിൻ്റെ വാതിലിൻ്റെ വട്ടക്കണ്ണ് പിടിച്ച് ദുആ ചെയ്തുകൊണ്ട് അബ്ദുൽ മുത്തലിബും
കൂട്ടരും പോയി. അവരവസാനമായി പോകുന്നതാണ്. അവരും പോയി. അവർ ചെന്ന് മലമുകളിൽ ചെന്ന് കാത്തിരിക്കുകയാണ്. അബ്രഹത്ത് പിറ്റേ ദിവസം പുറപ്പെടുകയാണ്. മുഹമ്മസിൽ നിൽക്കുന്ന അബ്രഹത്ത് ഇനി മക്കയിലേക്ക് അടുക്കുകയാണ്. 3 മൈൽ മാത്രം ദൂരമാണ് ഇനി ബാക്കി നിൽക്കുന്നത് ഹറമിലേക്ക്. വാദി മുഹസ്സബിൽ എത്തി നിൽക്കുമ്പോൾ മഹ്മൂദ് എന്ന് പറഞ്ഞ ആന ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ആന എഴുന്നേൽക്കുന്നില്ല. കൂടെയുള്ള ആനകളൊന്നുമേ ഒരടി പോലും വാദി മുഹസ്സബിൽ നിന്ന് മുന്നോട്ട് വെക്കുന്നില്ല. സർവ്വ ആനകളും വാദി മുഹസ്സബിലെ ഒരു നേർരേഖയിൽ സഫായിട്ട് നിന്നു. ഒരൊറ്റ ആന പോലും ഒരടി പോലും അങ്ങോട്ട് വെക്കുന്നില്ല. വടക്ക് ഭാഗത്തേക്കും തെക്ക് ഭാഗത്തേക്കും മുഖം തിരിച്ചു. ആന ധൃതി പിടിച്ച് എഴുന്നേറ്റു. മദീനയുടെ ഭാഗത്തേക്ക് തിരിച്ചു. ആന ധൃതി പിടിച്ച് എഴുന്നേൽക്കുന്നു. മക്കയുടെ ഭാഗത്തേക്ക് കഅബാലയത്തിലേക്ക് തിരിച്ചപ്പോ ആന അങ്ങോട്ടില്ല. ആനകൾക്കറിയാം സബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഭൂമി ലോകത്തെ സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നവയാ. അവകൾക്കറിയാം റബ്ബിനെ. അള്ളാഹുവിൻ്റെ ഇടപെടൽ അത്ഭുതമാണ്. അള്ളാഹു തആല സൈന്യമായി നിയോഗിക്കുന്നത് ചെറിയ പക്ഷികളെയാണ്. പക്ഷികൾ വരികയാണ്. കൂട്ടം കൂട്ടമായി പക്ഷികൾ വരുന്നു. ആ പക്ഷികൾ ലോകത്ത് അന്നേ വരെ കാണപ്പെട്ടിട്ടില്ല. അതിന് ശേഷം കാണപ്പെട്ടിട്ടില്ല. അതിൻ്റെ മുമ്പും തീരെ കാണപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം പക്ഷികളാണ് ഈ കൂട്ടം കൂട്ടമായി വന്ന പക്ഷികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവകൾ വന്നത് ചെങ്കടലിന്റെ ഭാഗത്ത് നിന്നാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ പക്ഷികളെ കുറിച്ച് പറഞ്ഞത് അവകളുടെ കൊക്ക് പക്ഷികളുടേതുപോലെയാണ്. അവരുടെ കാലുകൾ പട്ടികളുടെ കാലുകൾ പോലെയാണ്. ഒരു മൃഗത്തിൻ്റെ കാല് സമാനതയുള്ള കാലുകളായിരുന്നു ആ പക്ഷികൾക്കുണ്ടായിരുന്നത്. 3 കല്ലുകൾ ഓരോ പക്ഷിയും എടുത്തു. ഒരു കല്ല് ചുണ്ടിലും 2 കല്ലുകൾ അതിൻ്റെ കാലുകളിലും. ചുട്ടുകൊള്ളുന്ന സിജീലിൽ നിന്നും കല്ലിൻ്റെയും മണ്ണിൻ്റെയും മിശ്രിതമായ ഒരു തരം കല്ലുകൾ. ആ കല്ലുകൾ എടുത്തുകൊണ്ടവര് എറിയാൻ തുടങ്ങി. അബ്രഹത്തിന്റെ ആനപ്പട എറിയാൻ തുടങ്ങി. ആ കല്ല് ദേഹത്ത് തട്ടിയാൽ ശരീരത്തിലെ മാംസം ദ്രവമായി ഒലിച്ചു പോകും. എല്ലുകൾ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ തുടങ്ങും. ആരുടെ മൂർധാവിൽ വീഴുന്നുവോ ശരീരം ഉരുക്കുകയാണ്. കൈവിരലുകളുടെ വിരൽത്തുമ്പ് മുതൽ ഇങ്ങനെ മുറിയാൻ തുടങ്ങും. അബ്രഹത്തിന്റെ ആനപ്പട ഓടാൻ തുടങ്ങി. അബ്രഹത്തിന്റെ ഭടന്മാർ എല്ലാവരും ചത്തൊടുങ്ങുകയാണ്. അബ്രഹത്തിനോടൊപ്പം ഏതാനും ചില ആളുകൾ അവശേഷിച്ചു. അവർ ജീവനം കൊണ്ട് ഓടുകയാണ്. അബ്രഹത്തിനും കല്ല് തട്ടി അബ്രഹത്തിന്റെ അൻമുലത്ത് വിരൽത്തുമ്പുകൾ മുറിഞ്ഞു വീഴാൻ തുടങ്ങി. അസഹ്യമായ വേദന. അവനെ പെട്ടെന്നല്ല അള്ളാഹു കൊന്നത്. അബ്രഹത്ത് ഓടിക്കൊണ്ടേയിരുന്നു. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മുറിഞ്ഞുകൊണ്ടേയിരുന്നു. ഖസ്അം വരെ ഓടി അബ്രഹത്ത്. ഖസ്അമിലെത്തിയപ്പോ അവൻ ജീവച്ഛവമായി മാറുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തെയാണ് അല്ലാഹു സൂറത്തുൽ ഫീലിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ആമുൽ ഫീൽ, ഗജവർഷം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാ. ആമുൽ ഫീൽ മുഹറം മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 50 ദിവസം കഴിഞ്ഞപ്പോ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്തേക്ക് ജനിക്കുകയാണ്.